എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ലഗ്നാദി ഭാവസ്ഥിത രാശിഫലമാണ്. അതായത് ഓരോ ലഗ്നത്തിന് ഓരോ ഭാവം, ഓരോ രാശി ഭാവങ്ങളിൽ ഓരോ ഭാവങ്ങളിൽ വരുന്ന ഫലങ്ങളാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധയായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രഹനിലയിൽ ഇപ്പോൾ ഏത് ലഗ്നമാണോ, ഇപ്പം ഞാനിവിടെ ഉദാഹരണത്തിന് പറയാൻ പോകുന്നത് മേടം രാശി ലഗ്നമായിട്ട്, അപ്പോൾ ഇടവൻ രണ്ടാം ഭാവം, അങ്ങനെ നമുക്ക് സ്വയം നമുക്കറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ രണ്ടാം ഭാവം ഏത് രാശി വന്നാൽ എന്താണ് നമുക്ക് ഫലം എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോഴും ഓരോ ഭാവങ്ങൾ നിൽക്കുമ്പോഴുള്ള ഫലമായിരുന്നു. അതുപോലെ നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെ കൂട്ടത്തിലും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ ഓരോ ലഗ്നത്തിന് ഓരോ ഭാവങ്ങൾ ഓരോ രാശി ഭാവങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളത്. അപ്പം ഇവിടെ മേടം രാശി ലഗ്നമായി ജനിക്കുന്ന മനുഷ്യൻ രക്തവർണ്ണത്തോടു കൂടിയ നിറമായിരിക്കും എന്നാണ് പറയുന്നത്. കഫത്തിൻ്റെ ആധിക്യം, വലിയ കോപവും നന്ദികേട് കാണിക്കുന്നവനും മന്ദബുദ്ധിയായിരിക്കും, ഒന്നിലും സ്ഥിരതയില്ലാത്ത സ്വഭാവമായിരിക്കും, സ്ത്രീകൾക്ക് അധീനനുമായിരിക്കും. ആകയാൽ സ്ത്രീകളാലും തൻ്റെ പ്രത്യാദി ജനങ്ങളാലും പരാജിതനായും ഭവിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പം മേടം ലഗ്നക്കാർക്ക് ഇടവം രണ്ടാം ഭാവമായിട്ട് വരുമ്പോൾ ഇവർ കൃഷി കാര്യത്തിൽ വളരെയധികം സമർത്ഥന്മാരായിരിക്കും, കൃഷി ചെയ്യാനൊക്കെ. പിന്നെ തദ്വാരാ വളരെ ധനസമ്പത്തുള്ളവരുമായിരിക്കുമെന്നാണ്. ധനസമ്പാദനത്തിൽ പൊതുവെ വൈമുഖ്യമുള്ളവരായിരിക്കും ഇവർ. തേടുന്ന ധനം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നവരായിരിക്കും. നല്ല ഡെപ്പോസിറ്റൊക്കെ ഉള്ളവരായിരിക്കും. പശുക്കളും സ്വർണം, രത്നം, മുത്ത് മുതലായവയും ഇവർക്കുണ്ടായിരിക്കും. മിഥുനം രാശിക്ക് മൂന്നാം ഭാവമായിട്ട് വരുന്ന രാശി, അതായത് മേടം രാശിക്ക് മൂന്നാം ഭാവമായിട്ട് മിഥുനം രാശിയാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് വാഹനാദികൾ ഉള്ളവരും സഞ്ചാരിയുമായിരിക്കും. സ്ത്രീജനങ്ങൾക്ക് പ്രിയമുള്ളവരായിരിക്കും ഇവർ. സത്യവാനായിരിക്കും, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കും, വളരെ പ്രാപ്തിയുള്ള കുടുംബത്തോടു കൂടിയവരായിരിക്കും. രാജബഹുമാനങ്ങളൊക്കെ ഇവർക്ക് തേടി വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. നാലാം ഭാവം മേടം രാശിയുടെ നാലാം ഭാവമാവുന്ന കർക്കിടകം രാശിയിൽ ജനിച്ചാൽ സുന്ദരനും സൗഭാഗ്യവാനും സ്വഭാവിയുമായിരിക്കും. സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമുള്ളവരായിരിക്കും ഇവർ. എല്ലാവിധ ഗുണങ്ങളോടു കൂടിയവരുമായിരിക്കും. വിദ്യയും വിനയവും ജനങ്ങളെ സ്നേഹിക്കുന്നവരുമായിരിക്കും ഇവർ. അഞ്ചാം ഭാവം ചിങ്ങം രാശിയായിട്ട് വന്നാൽ അപ്പോൾ ജനിക്കുന്ന മനുഷ്യർ ക്രൂര സ്വഭാവം കാണിക്കുന്നു, നയനഭംഗി ഇവയുള്ളവരും. മത്സ്യമാംസാദികളിൽ ഇവർക്ക് വളരെ താല്പര്യം കൂടുതലായിരിക്കും. സ്ത്രീ സന്താനങ്ങളുടെ പിതാവും കഠിനചിത്തനും അധികവും വിദേശവാസം ചെയ്യുന്നവരായിരിക്കും ഇവർ. വിശപ്പടക്കാൻ പാടില്ലാത്തവരായ പുത്രന്മാരുടെ പിതാവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ മക്കൾക്ക് വിശപ്പടക്കാനുള്ള കഴിവ് കുറവായിരിക്കും. മേടം ലഗ്നത്തിന് ആറാം ഭാവമായിട്ട് കന്നിരാശി വരുന്നവർക്ക് സ്വജനങ്ങളുമായോ അഥവാ ദുർമാർഗികളും താഴ്ന്ന നാഭീപ്രദേശത്തോടു കൂടിയവരും ആരും ആശ്രയമില്ലാത്തവരായിട്ട് കഴിയുന്നവരായിരിക്കും. വേശ്യാസ്ത്രീകളുമായിട്ടോ വിരോധത്തിനും തന്നിമിത്തം മാനക്ഷേത്രത്തിനും ഇടയാകുമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. തുലാം രാശി ഏഴാം ഭാവമായിട്ട് വന്നാൽ സൽഗുണങ്ങളുണ്ടാവും, പക്ഷേ ഇവർക്ക് അഹങ്കാരവും ഉണ്ടാവും. പുണ്യകർമ്മങ്ങളിൽ താല്പര്യത്തോടു കൂടിയവരായിരിക്കും. ധർമ്മിഷ്ഠരും ഈ ഭൂമിയെപ്പോലെ ക്ഷമാശീലമുള്ളവരുമായ പല വിധത്തിലുള്ള സ്ത്രീകളോട് കൂടിയവർക്ക്, അതായത് ഇവർക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.
അപ്പം ഇവിടെ നിന്ദ്യ സ്ത്രീ ശക്തന്മാർ കൂടിയായിരിക്കുന്നെന്നും പറയുന്നുണ്ട്. പിന്നെ മേടലഗ്നക്കാര് ഈ 7ാം ഭാവം തുലാം രാശിയായിട്ട് വരുന്നവർക്ക് ഇവിടെ വളരെ വിചിത്രമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ സ്ത്രീ ഒരു ഭാര്യയിൽ കൂടുതൽ ഇവർക്ക് ഭാര്യമായിട്ടുണ്ടായിരിക്കും. അപ്പം സ്ത്രീജിതത്വം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ദുഷിച്ച ഭാവം ഇവിടെ പറയുന്നുണ്ട് 7ാം ഭാവം തുലാം രാശിയായിട്ട് വരുന്നതിൽ. അപ്പോൾ അഷ്ടമഭാവം വൃശ്ചികം രാശിയായിട്ട് വന്നാൽ രക്തക്ഷോഭം ഉണ്ടാകുമെന്നാണ് പറയുന്നുണ്ട്. രക്തസമ്മർദ്ദം, രക്താശ്രയമായ മറ്റ് രോഗങ്ങൾ ഇവയെ കൊണ്ടൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വിഷജന്തുക്കളുടെ കടിയേൽക്കാനോ വിഷം തീണ്ടാനോ വിഷം ഭക്ഷണം മുതലായവ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇവർക്ക് പറയുന്നുണ്ട്. 9ാം ഭാവം ധനുരാശിയായി വന്നാൽ ബ്രാഹ്മണരിലും ദേവന്മാരിലും ഭക്തിയുള്ളവരും വളരെ ധർമ്മിഷ്ഠരായിരിക്കും. തൻ്റെ ഇച്ഛയ്ക്കൊത്തപടി ശാസ്ത്രങ്ങളെ ചമിക്കുന്നവനും ഏറ്റവും സന്തുഷ്ടനും കീർത്തിമാനും ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. മേടലഗ്നക്കാർക്ക് കർമ്മഭാവമായിട്ട് വരുന്നത് മകരം രാശിയാണ്, 10ാം ഭാവമാണ്. അപ്പം അവിടെ കർമ്മത്തെ പ്രധാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നാണ് ഇവർ. എങ്കിലും ഇവർ നിർദ്ദയന്മാരായിരിക്കുമെന്നാണ്. തൻ്റെ ബന്ധുക്കളോടു കൂടി കഴിയും. എന്നാൽ ധാർമ്മികമായ അടിസ്ഥാനത്തിൽ ഇവരുടെ ജീവിതയാത്ര സുസാധ്യമല്ല. നല്ലവരെ അപേക്ഷിച്ച് ചീത്ത ആളുകളുടെ ബഹുമതിയായിരിക്കും ഇക്കൂട്ടർക്ക് കൂടുതലും വന്നു ഭവിക്കുക. നല്ല ആൾക്കാരൊന്നും ഇവരെ പറ്റി നല്ലത് പറയില്ല. ദുഷിച്ച ആൾക്കാരായിരിക്കും ഇവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്നർത്ഥം. കുംഭം രാശി 11ാം ഭാവമായിട്ട് വന്നാൽ ദുഷ്പ്രവൃത്തികളെ കൊണ്ടും ത്യാഗം കൊണ്ടും പരാക്രമം കൊണ്ടും വിദ്യയുടെ മഹാത്മ്യം കൊണ്ടും സജ്ജനങ്ങളുടെ ചേർച്ച കൊണ്ടുള്ള ധനലാഭത്തോടു കൂടിയവരായിരിക്കും ഇവർ. മീനം രാശി 12ാം ഭാവമായി വന്നാൽ വളരെ ദാനം ചെയ്യുന്നവരായിരിക്കും. ധാർമ്മികങ്ങളായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും. യാഗാദി പുണ്യകർമ്മങ്ങളുടെ അനുഷ്ഠാനാനിഷ്ടങ്ങൾക്ക് വേണ്ടിയും നല്ല ആളുകളുടെ സേവയ്ക്ക് വേണ്ടിയും വളരെ അന്നദാനം ചെയ്യുന്നതിന് വേണ്ടിയും മറ്റെല്ലാ വിധത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ധനം ചെലവ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇതാണ് മേടം ലഗ്നത്തിന് 12 രാശികൾ 12 ഭാവമായിട്ട് വന്നു കഴിഞ്ഞാലുള്ള ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് ഇടവം ലഗ്നത്തിനെ കൊണ്ട് പറയുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ. അത് ഹരിയും ഹരിയും ഹരിയും.